ചെയ്യാൻ ഇതിനും കൂടാണ് ഡ്രാമ എഴുതിയിട്ടുണ്ട് രണ്ടാമന്മാരെ. അമ്മമാര് അവിടെ ഇവിടെയും വന്നിരുന്നോണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നത് പറഞ്ഞുകൊണ്ട് കഥകൾ ഉണ്ടാക്കുക അങ്ങനെ പറയാം. എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 12:45 സമയം നിങ്ങൾക്കറിയാം. ഇവന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവന്മാർ അവിടെ ഇവിടെ കയറി ഇരുന്നോണ്ട് നമ്മളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഭയങ്കര ശല്യമാണ്. പെണ്ണുങ്ങൾക്ക് അവരവരുടെ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ശല്യമാണിത്. ഇത് നമ്മൾ SNDP കൊടുക്കും, പരാതിയൊക്കെ എഴുതി. എന്നിട്ട് ഇവന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, ഈ സത്യന്റെ കാര്യവും. ഇത് ആദ്യം വന്ന നമ്പർ എന്ന് പറഞ്ഞാൽ KH29G ബൈക്കുകാരാണ് വരുന്നത്. ഇപ്പൊ വേറെ വേറെ പല പല വണ്ടിക്കാരാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഡ്രാമകളുമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഇതുപോലെ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഇവനെന്തോ ഡ്രാമയാണ്. ഇവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ഈ ഭാഗം അവന്റെ വീടാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവൻ സുബ്രഹ്മണ്യൻ അങ്ങ് ഡ്രാമ എടുക്കുന്നത്. ഈ നമ്മുടെ ഈ ഹോൾ അവന്റെ വീടാണ്, അല്ലെങ്കിൽ വേറെ സഹകരണ മന്ദിരത്തിലെ അവന്റെ വീടാണ്, മറ്റേ എവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡ്രാമയാണ്. ഇത് സഹകരണ മന്ദിരത്തിലെ വീടാണ്, ഹോളാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എന്റെ അമ്മയ്ക്കും അറിയാം. ഇങ്ങനെ പല പല ഡ്രാമകളും അവിടെ എവിടെ നടന്നിക്കൊണ്ട് നമ്മളെ കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. ഇവിടെ സുബ്രഹ്മണ്യനും അവന്റെ മോനെയും വിളിച്ചുകൊണ്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എന്റെ അമ്മ ഇവിടെ ഇങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും ഡ്രാമകൾ അങ്ങ് നടത്തുകയാണ്. ഇവിടെ ഒരു അവനും വരുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരവനും വരുന്നില്ല. ഇവന്മാർ ഈ ഹോൾ എന്ന് പറയുന്നത് ഇവന്മാരുടെയൊക്കെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാമ. എന്നിട്ട് എന്റെ ഫ്രണ്ട് ക്യാമറ നിമിഷത്തിൽ നിമിഷം ഓഫ് ആക്കുക. നിമിഷത്തിൽ ഓഫ് ആക്കിക്കൊള്ളു. എന്റെ ഇതെന്ന് പറഞ്ഞാൽ റോഡിനെ ഫേസ് ചെയ്യുന്നതാണ്. സുബ്രഹ്മണ്യന്റെ വീട് ഒരു ഉള്ളിലെയാണ്. അവന്റെ വീടിന്റെ മുന്നിൽ റോഡും ഒന്നുമില്ല. അത് ഈ വഴിയെ കൂടി ഇങ്ങനെ 10-200 മീറ്റർ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അവന്റെ വീട്, ഒരു കാട്ടിനകത്ത്. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അവന്റെ വീടിനെ കുറിച്ചല്ല. അപ്പൊ ഇവരിങ്ങനെ ചുമ്മാതെ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ്. ഇവര് എന്റെ മോനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് കയറുന്ന കഥയൊക്കെ ഉണ്ടാക്കാൻ. അത് അവനും വരുന്നില്ല. ഞാൻ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്. ഇതെല്ലാം തെളിവുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സകല രാത്രിയിലെ നമ്മൾ കളിച്ച് ഇവിടെ ഉറങ്ങുന്നത്. അതുപോലെ ഇന്ന് രാത്രിയിലും അങ്ങനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്നും എല്ലാം. ഇവന്റെ ഒന്നും കൂടെ ഒന്നും അല്ല. ഇവരൊന്നും ഇങ്ങോട്ട് വരത്തുമില്ല, കേൾക്കത്തുമില്ല. ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക, നിരന്തരം ഓഫ് ചെയ്ത് വെക്കുക. ഫ്രണ്ടിലത്തെ ക്യാമറ, മുറ്റത്തോട്ട് നിൽക്കുന്ന ക്യാമറയാണ് ഈ ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് കഥകളുണ്ടാക്കും. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഇവന്റെ മോനെ വിളിക്കാൻ പോകാൻ നേരത്താണ് എന്റെ ക്യാമറ കറക്റ്റ് ആയിട്ട് ആ സമയമാണ് ഓഫ് ആക്കിയത്. അങ്ങനെ പല പല കള്ളത്തരങ്ങളും ഇവന്മാർ എന്റെ ക്യാമറ ഓഫ് ആക്കി ചെയ്യുന്നുണ്ട്. മോനെ ഇന്നലെ ഞാൻ വിളിച്ചായിരുന്നല്ലോ. എന്തോ? ഹലോ മോനെ, ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നല്ലോ എന്ന്. കേക്കാം. മോൻ കണ്ടില്ലേ ക്യാമറ ഓഫ് ആക്കുന്നത്? എന്റെ അമ്മ തൃശ്ശൂരോട്ട് പോയി കേട്ടോ മോനെ. അപ്പം കുറെ ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അവന്റെ മോനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ പടിഞ്ഞാറ് ഈ ഇവരുടെ വൃന്ദ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഈ നമ്മുടെ സോമരാജന്റെ ഒരു കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന വീടറിയാമല്ലോ, സോമരാജന്റെ മൂത്ത മോന്റെ പടിഞ്ഞാറത്ത്. അവിടെ ഞാൻ അയച്ചു തരാൻ മോനെ. അവിടെ ഒരു അറ്റൻഡ് ചെയ്യാൻ വരിക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതാണെന്ന് പറഞ്ഞൊരു കഥകളൊക്കെ ഉണ്ടാക്കുക.
നമ്മുടെ ക്യാമറയും ഓഫ് ചെയ്തോളൂ. മോൻ എനിക്ക് പഠിച്ചു തരുമോ? നമ്മുടെ ക്യാമറ ഫുൾ ഓഫ് ചെയ്താ പുറത്തെ ക്യാമറ കേട്ടോ. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും ഇവരെ കൊണ്ട്. എന്തൊരു ശല്യമാണെന്ന് അറിയാം മോനെ. അങ്ങനല്ല ഇത് ഓഫ് ചെയ്യുന്നത്. ഇവരെന്തോ ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ നിരന്തരം ഡിവൈസ് ബിസി എന്ന് കാണിക്കുക നമ്മുടെ ക്യാമറ, എന്നിട്ട് നിരന്തരം ഓഫ് ചെയ്യുക. നമ്മുടെ അകത്ത് നമ്മുടെ ഹോളിൽ ക്യാമറ ഉണ്ട്. അല്ല മോൻ ആരെങ്കിലും ഒക്കെ ഇത് അറിയണമല്ലോ. ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ കണ്ടവന്മാരൊക്കെ അവിടെ ഇവിടെ കയറി ഇരുന്നോണ്ട് നമ്മുടെ വീട്ടിൽ വരുവാന്ന് പറഞ്ഞുകൊണ്ട് പറയുക. അങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക അവിടെ. നമ്മൾ പരാതി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ നമ്മുടെ SNDP ആദ്യം കൊടുത്താൽ SNDP കൊടുക്കുന്നതിന്റെ കോപ്പി നമ്മൾ എന്തായാലും കോടതിയിൽ കൊടുക്കും. കാരണം അവര് പറഞ്ഞിങ്ങനെ നിരന്തരം മുട്ടിന് പൊക്കുന്ന മോനായിട്ടില്ല. എന്റെ യൂട്യൂബ് അറിയാമോ മോനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദീപായസ് പണിക്കർ എന്നാട്ടോ മോനെ. ദീപായസ് പണിക്കർ 3360 കേട്ടോ മോനെ. ആൾക്കാരറിയാമല്ലോ നമ്മുടെ ഇവിടെ ഒറ്റയ്ക്കായിരിക്കുന്നതിനുള്ളത്. ഇത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കും. മോൻ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് ആൾക്കാരെ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം കേട്ടോ മോനെ. നമ്മളോട് ഭയങ്കര ശല്യമാണെന്ന് പറയാം. വല്ല പത്രക്കാരെ അറിയോ മോന്? അറിയാവോ? നമുക്ക് ഒന്ന് പത്രത്തിലും ഇതൊന്നും ചാനലിലും കൊടുക്കാൻ പറ്റുന്ന കൊടുക്കണം. ഇത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമ്മുടെ വസ്തുവും വകയൊക്കെ തട്ടിയെടുക്കണം. പല പല രീതി കുറെ ആണുങ്ങൾ അപ്പുറം ഇപ്പുറം വന്നിരുന്നേച്ച് നമ്മളെ കൊണ്ട് കഥ ഉണ്ടാക്കുക. സുബ്രഹ്മണ്യൻ അവന്റെ മോനെ ഇത് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. മോന് കാണാം. എന്നിട്ട് ആ സമയത്ത് ഇവൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് അങ്ങനെ പലതും നടക്കുക. ഞാൻ ഇന്നിട്ട് നമ്മുടെ ക്യാമറ എന്തുമാത്രം ഓഫായിരുന്നുള്ളത്. ഇങ്ങനെ ഓഫാക്കുക. എന്തൊരു ശല്യമായത്. ഓക്കെ. ഹലോ നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഫുള്ള് ഓഫ് ആക്കുന്നമ്മേ. നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഫുള്ള് ഓഫ് ആക്കുക. എന്നിട്ട് ആ കയ്യണ്ടിയാ വന്നിട്ടുണ്ട് അപ്പുറത്താണ് അവന്റെ അവിടെ വീട്ടില് ഈ വൃന്ദ എന്ന് പറയുന്നവിടെ. എന്നിട്ട് ഇവരെയും കൊണ്ടുവന്ന്